guys, welcome to Ash Tube. ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കുഴിമന്തി ഓർ അറേബ്യൻ മന്തിയാണ്. ഇതൊരു യമനി ഒറിജിനേറ്റഡ് ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നീട് കേരളവും അറേബ്യനും തമ്മിലുള്ള ആ വ്യാപാര ബന്ധം വഴി ഇത് കേരളത്തിലോട്ട് വിരുന്നുകാരനായിട്ട് വന്നതാണ്. ഇത് നോർമലി ഒരു കുഴിയിലാണ് ഉണ്ടാക്കുക. ഇത് വീട്ടിൽ കുക്കറിൽ തന്നെ ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. നോർമലി മന്തിക്ക് വന്നിട്ട് സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് യൂസ് ചെയ്യാറ്. പക്ഷേ അതിൽ കുറേ ഫാറ്റ് കണ്ടന്റ് ഉള്ള കാരണം ഞാൻ സ്കിൻ ഒഴിവാക്കിയിട്ടുള്ള ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു 1.5 ചിക്കൻ 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ഈ മസാല ആയിട്ട് നന്നായി തേച്ച് പിടിപ്പിച്ച് നല്ല ഒരു 15 മിനിറ്റ്സ് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അതിനായിട്ട് 1.5 കപ്സ് ഓഫ് വാട്ടറിൽ ഇതിന് ഈ ഉൾഭാഗം അടിയിലും ഫ്ലഷ് ആയിട്ടുള്ള ഭാഗം മുകളിലായിട്ട് ഈ ചിക്കൻ നമുക്ക് ഈ വെള്ളത്തിൽ ഇറക്കി വയ്ക്കാം. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചിക്കൻ്റെ സ്റ്റോക്കും പിന്നെ ഓയിലൊക്കെ ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും. ആ സമയം മസാല വെള്ളത്തിൽ അലിഞ്ഞു പോവില്ല. എന്നിട്ട് ഈ വെള്ളം നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നീട് ഈ റൈസ് വേവിക്കാനായിട്ട് ഈ വെള്ളം യൂസ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു കുക്കറിൽ 4 ടേബിൾ സ്പൂൺസ് ഓഫ് ഓയിൽ ആഡ് ചെയ്യുക. അതിലേക്ക് 2 കഷ്ണം കറുവാപ്പട്ട, 2 തക്കോലം, 3 ഏലക്ക, പിന്നെ 1 ടേബിൾ സ്പൂൺ ഓഫ് പെരിഞ്ജീരകം ആഡ് ചെയ്യുക. പിന്നെ കുരുമുളക് ഒരു 10-12 ആഡ് ചെയ്യുക. ഗ്രാമ്പൂ ഒരു 5-6 മതിയാവും. then അതിലേക്ക് ഒരു ബേ ലീഫ് നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് കീറിയിടുക. പിന്നെ ഒരു സവാള നീളത്തിൽ സ്ലൈസ് ചെയ്തത് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു 1 ടീസ്പൂൺ ഓഫ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു പഴുത്ത തക്കാളി ഒരെണ്ണം നന്നായിട്ട് അരച്ചത് അതിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ നന്നായിട്ട് സോട്ട് ചെയ്യുക. അതിലേക്ക് 1/2 സ്പൂൺ മന്തി മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 സ്പൂൺ മാത്രം മതി, അതിലും കൂടാൻ പാടില്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് 2 കപ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 3 കപ്പ് ഓഫ് വാട്ടർ ആഡ് ചെയ്യുക. ഈ വാട്ടർ വന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സ്റ്റോക്ക് ഉണ്ടാവില്ല, അത് തന്നെയാണ്. അതിലേക്ക് തികയാണ്ട് വന്ന വെള്ളം കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് ഞാൻ 3 കപ്പാക്കി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ½ ലെമൺ അതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു 1 വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഒരു കുക്കറിൽ 5 ടേബിൾ സ്പൂൺസ് ഓഫ് ഓയിൽ ആഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഈ ചിക്കൻ വന്നിട്ട് ഫ്ലഷ് ഭാഗം അടിയിലും അതിൻ്റെ ഉൾഭാഗം പുറത്തും നിൽക്കണ മാതിരി വയ്ക്കുക. എന്നാലും ആ ഫ്ലഷുള്ള ഭാഗം ആ എണ്ണയിൽ കിടന്ന് അത് മൊരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് വന്നിട്ട് മുകളിൽ ഫുള്ള് ഇട്ട് നന്നായിട്ട് അത് ആ ചിക്കൻ കവറാവുന്ന മാതിരി സെറ്റാക്കി വയ്ക്കുക. ഇനി അതിൻ്റെ മുകളിൽ നമ്മളൊരു പ്ലേറ്റിൽ ചാർക്കോള് അല്ലെങ്കിൽ ചിരട്ടക്കല്ല് കത്തിച്ച് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു 2 to 3 ടീസ്പൂൺ ഓഫ് ഓയിലും കൂടി ഒഴിക്കുക. അപ്പോൾ നല്ലൊരു പുക വരും. അപ്പോൾ തന്നെ നമ്മൾ ആ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്ന വരെ നമുക്ക് ആ കുക്കർ അങ്ങനെ തന്നെ വയ്ക്കാം. അപ്പോൾ ആ സ്മോക്കൊക്കെ റൈസിലും ചിക്കനിലും പിടിച്ച് നല്ല സ്മോക്കി ഫ്ലേവർ കിട്ടും. മന്തി റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ കനലെടുത്ത് മാറ്റാം.
യമ്മി ആൻഡ് ഈസി ആയിട്ടുള്ള അറേബ്യൻ മന്തി ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് നിങ്ങൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വളരെ യമ്മിയാണ്. എൻ്റെ ചാനൽ ആഷ് ട്യൂബ് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് ആ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലേ ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.